Good morning, children. Long back to see you. അല്ലേ എന്നെ കണ്ടിട്ട് കുറേ നാളായി. മിസ് എവിടെയായിരുന്നു? മിസ്സിനെ കാണാൻ പോലുമില്ലായിരുന്നു അല്ലേ? സോ ഈ ക്ലാസ് കഴിയുമ്പോൾ മിക്കവാറും വി വിൽ ബി അറ്റ് ദ സ്കൂൾ ആൻഡ് വി വിൽ ബി സീയിങ് ഈച്ച് അതർ. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ നമ്മുടെ വെൻ വി ഗോ ത്രൂ അവർ കെമിസ്ട്രി പോർഷൻസ് 5 ചാപ്റ്റേഴ്സ് നിങ്ങളെല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം തന്നെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സായിരുന്നു വന്ന് ക്ലാസ് എടുത്തത് അല്ലേ? റീസെൻ്റ്ലി ബ്ലെസ്സി മിസ് ഒരു ക്ലാസ് എടുത്തു, ദീപ്തി മിസ് അതിന് മുമ്പ് ക്ലാസ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. സോ ഇവരൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. നല്ലപോലെ എല്ലാവരും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. അതാണ് നമ്മുടെ റിവിഷൻ്റെ ബേസ്. സോ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ ബൈ ഹാർട്ട് ചെയ്താൽ ഏത് പാടുള്ള ഏത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ. ദാറ്റ് ഈസ് ദ പോയിന്റ് ബിഹൈൻഡ് കെമിസ്ട്രി. മറ്റ് സബ്ജക്റ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. ബട്ട് ബൈ മൈ എക്സ്പീരിയൻസ് അപ് ടു ഹിയർ ഐ തിങ്ക് അല്ല, ഇറ്റ് ഇസ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യനിൽ നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്നായിട്ട് ഈ കാലയളവിൽ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ലെവൽ പുതിയ ചോദ്യങ്ങളും വരുന്നുണ്ട്. പുതിയ ഫോർമാറ്റൊക്കെയാണ്. ഫോർമാറ്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യും. ഏത് ഫോർമാറ്റിൽ ആൻസർ ചോദിച്ചെന്ന് പറഞ്ഞാലും we will be able to answer when we go through the each and every line of our GS textbook. So, this textbook. Okay. So now I am going to discuss a little bit revising portion of acids, bases and salts. That is chapter 2. This chapter ninnu I think it's 13 or something marks. Correct ആയിട്ട് ഓർമ്മയില്ല. So most of questions ഇതിനകത്ത് വരും. So you have to go through each and every line from this chapter. So ഞാനൊന്ന് ജസ്റ്റ് എന്താണ് ഈ ചാപ്റ്റർ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പോകും. So in this chapter, first of all we are going to study, we will deal with the ലിറ്റ്മസ് സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? റെഡ് ലിറ്റ്മസ്, ബ്ലൂ ലിറ്റ്മസ്. അതിന് മുന്നേ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ലിറ്റ്മസ്, ബ്ലൂ ലിറ്റ്മസ്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡ്സ് ടേൺസ് റെഡ് ലിറ്റ്മസ്, ബ്ലൂ ദെൻ ബേസസ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ്. സോറി, തെറ്റിപ്പോയി. ആസിഡ്സ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആൻഡ് ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലിറ്റ്മസ് സൊല്യൂഷൻസ് ഇവരെയൊക്കെ എന്ത് വിളിക്കും? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, എന്താണെന്ന് തെളിയിക്കുന്ന ആൾക്കാരാണ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷനും റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഒക്കെ പറയുന്നത് നമ്മൾ കെമിക്കലി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതല്ലാത്ത ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. അവിടെ പിങ്ക് കളർ കാണിക്കുന്നു. മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ ഒരു കളർ ചേഞ്ച് വരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തെളിയിക്കുന്നത്. എന്തിലൂടെ തെളിയിക്കും? ദേ യൂസ് ടു ചേഞ്ച് ബൈ ദ കളർ ചേഞ്ച് വഴിയാണ് അവരത് തെളിയിക്കുന്നത്. ഓക്കെ, മീഥൈൽ ഓറഞ്ച്, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ, ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ഇവരുടെയൊക്കെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ തന്നിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് വെൽ. So this is the first portion you have to take in mind. ഇവിടെ പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ പറയും ഇന്ന സാധനം ഒഴിച്ചിട്ട് എന്ത് കളർ ചേഞ്ചാണ് ഉണ്ടായത് എന്ന് രാഹുലിന് പറഞ്ഞു കൊടുക്കും. അവൻ്റെ ക്ലാസ് ടെസ്റ്റ് അവൻ്റെ ലാബിൽ ചെന്നപ്പോൾ അവൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ അവൻ അവിടെ നിന്ന് എന്താണ് ആ സബ്സ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ കളർ ചേഞ്ച് പറഞ്ഞാൽ ഓർത്തിരിക്കണം അല്ലേ? ഓരോന്നിൻ്റെ കളർ ചേഞ്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഈ കളർ ചേഞ്ചിലൂടെ കണ്ടുപിടിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് മണത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ക്ലോവ് ഓയിൽ, പിന്നെ വനില എസൻസിൻ്റെ ഓയിൽ, ഒനിയൻ്റെ ഓയിൽ, ഇതൊക്കെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് ചോദിക്കുന്നത്.
ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അതൊരു കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ചോദിച്ചത്. ബട്ട് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ആ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മണം ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന ആസിഡാണോ ബേസാണോ എന്ന് കണ്ടെത്താൻ പറ്റുന്ന ആൾക്കാരാണ്. എക്സാമ്പിളാണ് വാനില, ഓണിയൻ ആൻഡ് ക്ലോവ് ഓയിൽ, ഇവരൊക്കെ. ഓക്കെ, പിന്നെ പഠിച്ചത് റിയാക്ഷനാണ്. ആസിഡ്സും ബേസസ് ഒക്കെ തമ്മിലുള്ള ആരുമായിട്ടുള്ള റിയാക്ഷൻസ്, മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സോ ഇത് തന്നെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ പോർഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. കാരണം പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രാക്ടിക്കൽ നമ്മൾ എഴുതുന്നില്ല, എന്നാലും ആ ഭാഗത്തും ഇത് തന്നെയാണ് വരുന്നത്. ഈ റിയാക്ഷൻസ് മാത്രമാണ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ എക്സ്പെരിമെൻ്റ് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അതിൽ ആസിഡും മെറ്റലും കൂടെ ചേർന്നാൽ എപ്പോഴും എന്തുണ്ടാകും? സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും അല്ലേ. ആസിഡ് പ്ലസ് സോൾട്ട് ഗീവ്സ് ഹൈഡ്രജൻ, ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് ഹൈഡ്രജൻ ആൻഡ് സോൾട്ട്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് സിങ്ക് എടുക്കുകയാണെങ്കിൽ Zn പ്ലസ് HCl ആയിരിക്കട്ടെ അല്ലേ. Zn-ഉം HCl-ഉം കൂടെ ചേർന്നാൽ എപ്പോഴും Zn ആരുമായിട്ട് ചേരും? ക്ലോറിനുമായിട്ട് ചേരും അല്ലേ. അതൊരു സോൾട്ടായിട്ട് മാറുകയും അതിനോടൊപ്പം ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി Zn H2SO4 ആയിട്ടാണെങ്കിലും എന്ത് പറ്റും? സിങ്ക് സൾഫേറ്റും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും അല്ലേ. ഏത് മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇറ്റ് വിൽ ഫോം സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ ഓക്കെ ദെൻ മെറ്റൽ കാർബണേറ്റ്സും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സും എങ്ങനെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾ ആക്ടിവിറ്റിയുടെ ഒബ്സർവേഷൻസും എല്ലാം നിങ്ങൾ എഴുതി വെക്കണം. അവിടെ പറയുന്ന റിയാക്ഷൻസ് എല്ലാം കാണാതെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മെറ്റൽ കാർബണേറ്റ്സിന് എക്സാമ്പിളാണ് സോഡിയം കാർബണേറ്റ് അല്ലേ. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സിന് നമ്മൾ പറയും മെറ്റൽ ബൈകാർബണേറ്റ്സ് എന്ന് പറയും. അപ്പം അതാകുമ്പോൾ എക്സാമ്പിളായിട്ട് സോഡിയം ബൈകാർബണേറ്റ് അല്ലേ. സോഡിയം കാർബണേറ്റും ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റും. അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യുമ്പോഴും എന്തുണ്ടാകും? ഞാനിപ്പോൾ സോഡിയം കാർബണേറ്റിന് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ സെയിം തന്നെ ആരുണ്ടാകും? ഒരു സോൾട്ട് ഉണ്ടാകും, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് പ്ലസ് മറ്റത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. അപ്പോൾ ഈ റിയാക്ഷനൊക്കെ എഴുതുമ്പോൾ അതിന് സ്റ്റേറ്റ് സിമ്പിൾസും കൂടെ കൊടുക്കണം. സോഡിയം കാർബണേറ്റ് അതൊരു സോളിഡാണ്. HCl എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആസിഡാണ്. അപ്പം ആസിഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ, അപ്പോൾ നമ്മൾ അക്വസ് ആയിട്ട് എഴുതണം. പിന്നെ കിട്ടുന്ന NaCl അക്വസ് ആണ്. കാരണം ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനായിട്ടല്ലേ ഇത് കിട്ടുന്നത്. അപ്പോൾ NaCl അക്വസ് ആണ്. പിന്നെ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. വാട്ടർ ലിക്വിഡ് ആണ് ആൻഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. സോ ദാറ്റ് ഇസ് സോഡിയം കാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റും ആരുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇങ്ങനെ തന്നെ വരും, ഈ സാധനങ്ങൾ തന്നെ വരും. പക്ഷെ ബാലൻസ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ആ ബാലൻസിങ് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. സോ സോഡിയം when metal carbonates and metal bicarbonates react with acids, they form the corresponding salt plus water and carbon dioxide. പിന്നെ ഇവിടെയാണ് ഒരു ഇക്വേഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വരുന്നത്. ഈ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരുമെന്നൊരു ഇക്വേഷൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്നത് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടറാണ് ഉണ്ടാകുന്നത് അല്ലേ. അത് എക്സസ് ആയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും? കാൽഷ്യം ഹൈഡ്രജൻ. അപ്പോൾ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അവിടെ ഉണ്ടാകും. മനസ്സിലായോ? CaCO3ലേക്ക് നമ്മൾ ആദ്യം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തു. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് വാട്ടറായി. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ആഡ് ചെയ്യും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടറിനകത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാകും. സോ അത് സൊല്യൂബിൾ ഇൻ വാട്ടറാണ്. ലൈം സ്റ്റോൺ, ചോക്ക്, മാർബിൾ, അതൊക്കെ എന്താണ്? ഈ കാൽഷ്യം കാർബണേറ്റിൻ്റെ, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്, ചോക്ക് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്, മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന റിയാക്ഷൻ ഉണ്ട്. സോ അവിടെ മെറ്റൽ എപ്പോഴും ഓർത്തിരിക്കുക, മെറ്റൽ കാർബണേറ്റ്സും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. നിങ്ങൾക്കൊരു റിയാക്ഷൻ എഴുതിയിട്ട് പകുതി തന്നിട്ട്
റിയാക്റ്റൻറ്റ് സൈഡ് വന്നിട്ട് പ്രോഡക്റ്റ് ഫില്ല് ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ എന്താണെന്ന് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കി എടുക്കണം. അവിടെ മെറ്റൽ ആണോ കൊടുത്തിരിക്കുന്നത്, മെറ്റൽ കാർബണേറ്റ് ആണോ, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണോ എന്ന് ആ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ട് വേണം അതിൻ്റെ അപ്പുറത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അത് ഈ നമ്മൾ അവരുടെ എക്സാമ്പിളിന് മുമ്പ് ഇന്നത് തമ്മിൽ ചേർന്നാൽ ഇന്നത് കിട്ടുമെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ വരുന്നതാണ് ആസിഡ്സും ബേസസും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പം ന്യൂട്രലായി പോകുന്നത് ആസിഡ് ബേസ്. അപ്പം ഞാനിപ്പം NaOH എന്ന് പറയുന്നത് ഒരു ബേസാണ്. അതിനെ HCl ട്രീറ്റ് ചെയ്യുമ്പം NaCl ആരും ഉണ്ടാകും, വാട്ടറും ഉണ്ടാകും. അപ്പം NaCl എന്ന് പറയുന്ന സോൾട്ട് പിന്നെ H2O എന്ന് പറയുന്ന വാട്ടർ. സോറി, ഞാൻ നേരത്തെ ന്യൂട്രൽ എന്ന് പറഞ്ഞു. ആസിഡും ബേസും തമ്മിൽ പോകുമ്പോൾ അവരുടെ രണ്ടിൻ്റെ സ്വഭാവം ഇല്ലാണ്ടാകും. ആസിഡിൻ്റെ സ്വഭാവവും ബേസിൻ്റെ സ്വഭാവവും ഇല്ലാതെ ഒരു സോൾട്ട് സൊല്യൂഷനായിട്ട് മാറുകയും വാട്ടർ ഉണ്ടാകുകയും ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് this happens when acids and bases react with each other. Okay, പിന്നെ ഇവിടെ പറയുന്നത് മെറ്റാലിക് ഓക്സൈഡ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെ മെറ്റാലിക് ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ട് പ്ലസ് വാട്ടർ ദ സെയിം തിങ് വിൽ ഹാപ്പൻസ്. ഇവിടെ ഒരു ഇത് പറയുന്നത് അവിടെ റിയാക്ഷനായിട്ട് വേറെ അവിടെ ഒരു ഇത് പറയുന്നത്, സിൻസ് മെറ്റാലിക് ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റാലിക് ഓക്സൈഡുകൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. സിമിലർ ടു റിയാക്ഷൻ ഓഫ് എ ബേസ് വിത്ത് ആൻ ആസിഡ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ സെഡ് ടു ബി ബേസിക് ഓക്സൈഡ്സ്. അപ്പം റിയാക്ഷൻ ബേസുമായിട്ടാണെങ്കിൽ, ബേസ് വിത്ത് ആൻ ആസിഡ് ആണെങ്കിൽ മെറ്റാലിക് ഓക്സൈഡ്, ആസിഡ് വിത്ത് മെറ്റാലിക് ഓക്സൈഡ്സ് റിയാക്ട് വിത്ത് ആസിഡ് ടു ഗീവ് സോൾട്ട് ആൻഡ് വാട്ടർ, സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. സിമിലർ ടു റിയാക്ഷൻ ഓഫ് എ ബേസുമായിട്ടാണ് മെറ്റാലിക് ഓക്സൈഡ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സിമിലർ ടു ദ റിയാക്ഷൻ ഓഫ് എ ബേസ് വിത്ത് ആൻ ആസിഡ്, ബേസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ സെഡ് ടു ബി ബേസിക് ഓക്സൈഡ്സ്. അപ്പോഴും മെറ്റാലിക് ഓക്സൈഡ്സിനെ ബേസിക് സ്വഭാവം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക് ഓക്സൈഡ്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ദെൻ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ബേസ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എല്ലാം ആസിഡിക് സ്വഭാവം കാണിക്കും. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സുകളെല്ലാം ബേസിക് സ്വഭാവവും നോൺ മെറ്റാലിക് ഓക്സൈഡ്സുകളെല്ലാം ആസിഡിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നത് കേട്ടോ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ acidic in nature and metallic oxides are basic oxides എന്ന് നമുക്ക് പറയാം. പിന്നെ എന്താണ് ആസിഡ്സിലും ബേസിസിലും കോമൺ ആയിട്ടുള്ളത് അല്ലേ? ആസിഡ്സിലും ബേസിസിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? H+ അയോൺസ് അല്ലെങ്കിൽ H3O+ അയോൺസ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. H+ അയോൺസ് കോമൺ ആണെന്ന് പറയുന്നു അല്ലേ? എല്ലായിടത്തും H+ അയോൺസ് കൊണ്ട് എണ്ണം കൊണ്ടാണ് നമുക്ക് ആസിഡിക് സ്വഭാവം അതിന് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷനും അവിടെ തരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ആസിഡ്സ് അല്ലേ? പിന്നെ അവിടെ എങ്ങനെയാണ് ആസിഡും ബേസും യൂസ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ? ആസിഡ്സ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഡൈല്യൂഷൻ നടത്തുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്നു ആസിഡ്സ് വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്യാവുള്ളൂ, ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യരുത്. ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത് ഇപ്പം ബീക്കറിനകത്തൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സൈഡ് വൈസ് പതിയെ കുറേശ്ശെ ആഡ് ചെയ്ത് അതിനെ സ്റ്റെർ ചെയ്ത് വേണമാകാൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പ്ലോസീവ്. തിരിച്ചാണ് ആസിഡിലേക്കാണ് വാട്ടർ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ എക്സ്പ്ലോഡ് അല്ലേ? അത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാക്കുമെന്നും പറയും. ഇനി ഹൗ സ്ട്രോങ് ആർ ആസിഡ് ഓർ ബേസ് സൊല്യൂഷൻ? ഇനി ആസിഡും ബേസും എങ്ങനെയാണ്, എത്രത്തോളം അവർ സ്ട്രോങ് ആണെന്നാണ് അടുത്ത് പറയുന്നത്. ആ സ്ട്രോങ്നെസ്സിനെ പറയുന്നത് അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇതുണ്ട്, pH സ്കെയിൽ അല്ലേ? pH സ്കെയിലിൽ 0 to 14 വരെയുള്ള റേഞ്ച് കാണിക്കുന്നുണ്ട്. അതിൽ 0 തൊട്ട് 7 വരെ, 7ന് മുമ്പ് വരെ ആസിഡിക് സ്വഭാവം, 7 കഴിഞ്ഞങ്ങോട്ട് ബേസിക് സ്വഭാവം കൂടുതലായിട്ടാണ് കാണുന്നത്. അത് ഓരോ കുറച്ച് എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. അവരുടെ pH വാല്യൂ, pH അല്ലെങ്കിൽ ഏത് കളർ അവർ കാണിക്കുമെന്നുള്ളത് നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആസിഡിൻ്റെ ഇതാകുമ്പോൾ എത്ര വരും, ബേസിൻ്റെ ആകും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് pH വാല്യൂ എങ്ങനെ വരുന്നത്. അപ്പോൾ 0 to 14 വരെയാണ്. 0 to 7 എന്ന് പറയുന്നത് വാട്ടറാണ്. റെയിൻ വാട്ടറിനകത്താണെങ്കിൽ ന്യൂട്രലാണ്. ബാക്കി വെള്ളോട്ട് വരുന്നതോറും ബേസിക് സ്വഭാവം കൂടി വരുന്നതായിട്ട് കാണിക്കും. അതാണ് pHനെ പറ്റി പറയുന്നത്.
അപ്പോൾ അവിടെ H+ അയോൺസിൻ്റെ സ്ട്രെങ്ത് 5 വരെ ആകുമ്പോൾ ആദ്യമാണ് കൂടുതൽ വരുന്നത്, പിന്നെ അത് കുറഞ്ഞ് വരും. അത് കഴിയുമ്പോൾ OH- അളവ് കൂടി വരും, ലാസ്റ്റ് ആകുമ്പോൾ അത് കൂടി വരും. അപ്പം ആസിഡ്സിനകത്ത് പ്രസന്റ് ആയിരിക്കുന്നത് H+ അയോണും ബേസിസിനകത്താണെങ്കിൽ OH- അയോൺസുമാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. pH നമുക്കറിയാം പല രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഡൈജസ്റ്റീവ്സ് pH സെൻസിറ്റീവ് ആണ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. Our body works with the pH range of 7 to 7.8. Living organism can survive only in a narrow range of pH. ചെറിയ pH ചേഞ്ചിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ചിലപ്പോൾ മണ്ണിന് വെള്ളത്തിൽ ആസിഡിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിലുണ്ടായാൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നതായിട്ട് കാണാം. നമുക്കുണ്ടായാൽ പോലും നമുക്കത് പിന്നെ താങ്ങാൻ പറ്റത്തില്ല അല്ലേ. pH of rainwater is less than 5.6. റെയിൻ വാട്ടറിൻ്റെ 5.6 ആണ്. 5.6-നേക്കാളും കുറഞ്ഞാൽ അതിനെ ആസിഡ് റെയിൻ എന്ന് വിളിക്കും. ആസിഡ് റെയിൻ മഴ അങ്ങനെ ഉണ്ടായി അത് റിവേഴ്സിലൊക്കെ ഫ്ലറിഷ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്, റിവർ വാട്ടറിൻ്റെ pH കൂടും. അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന സർവൈവൽ ഫോർ ദ അക്വാട്ടിക് ആനിമൽസ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പിന്നെ നമ്മുടെ സോയിലിനകത്ത് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് pH റേഞ്ച് കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കും, കൂടിയാൽ അത് കുറയ്ക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് സ്റ്റൊമക്ക് കൂടുതൽ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം പെയിൻ ആൻഡ് ഇറിറ്റേഷൻ അല്ലെ, നമ്മൾ കൂടുതൽ അസിഡിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാകുന്നത് നമ്മൾ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി ഉണ്ടാകും. അപ്പോൾ അവിടെ pH റേഞ്ച് കൂടുകയാണ് നമ്മൾ. അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല റെമഡീസ് എടുക്കും. അതിനാണ് അവിടെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എപ്പോഴും ചോദിക്കുന്നതാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, അത് ബേസ് ആണ്. മെയിൻലി ബേസ് ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ആയിട്ട് പോകും. ഓക്കെ, പിന്നെ ടൂത്ത് ഡീക്കേ ഉണ്ടാകുന്നത്. ടൂത്ത് ഡീക്കേ എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസ് ഇരിക്കുമ്പോൾ അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ pH കൂടും. അപ്പോൾ അതിനാണ് നമ്മൾ പേസ്റ്റ് നമ്മൾ ദിവസവും ബ്രഷ് ചെയ്യണം, 2 times ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നതും. അതുപോലെ പേസ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ ബേസാണ്. ബേസ് ആഡ് ചെയ്യുമ്പം അവിടെ ന്യൂട്രലൈസേഷൻ ഉണ്ടായി നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സെൽഫ് ഡിഫെൻസ് ഓഫ് ആനിമൽസ് ആൻഡ് ഹണി ബീഡ് സ്റ്റിങ് അല്ലേ. അവിടെ ആസിഡ് ബീ സ്റ്റിങ് ലീവ്സ് ആൻഡ് ആസിഡ് വിച്ച് കോസസ് പെയിൻ ആയിട്ട്. ബീ സ്റ്റിങ് ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചൊറിയണം എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ നമ്മുടെ വിത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് ചൊറിയും. അതിന് ബേക്കിംഗ് സോഡാപ്പൊടി ഇട്ട് തേച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ആസിഡ്സും അത് കുറേ സബ്സ്റ്റൻസും അതിൻ്റെ ഏത് ആസിഡാണ് യൂസ് ചെയ്യുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. വിനീഗർ അസറ്റിക് ആസിഡ്, ഓറഞ്ച് സിട്രിക് ആസിഡ്, ടാമറിക് ടാർട്ടറിക് ആസിഡ്, അങ്ങനെ കുറച്ച് ആസിഡ്സിനെ പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് ഓൾസോ. പിന്നെ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് സോൾട്ടുകളെ കുറിച്ചാണ് അല്ലേ. നമ്മളിപ്പോൾ റിയാക്ഷനിൽ കുറേ സോൾട്ടുകളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ സോൾട്ടുകളെ പറ്റി പറയുന്നുണ്ട്. ആ സോൾട്ടുകളെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രിപ്പറേഷനാണ് പിന്നെ ഈ ലെസണിൽ പറയുന്നത്. അതിൽ പ്രിപ്പറേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾ റിവൈസ്ഡ് സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ നോക്കണം. അതിൽ നോക്കിയിട്ടില്ലാത്തത് ആവശ്യമില്ലാത്തത് പഠിക്കേണ്ട കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ത്രൂ അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ബ്രൈൻ സൊല്യൂഷനായിട്ട്, അത് സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ ബ്രൈൻ എന്ന് വിളിക്കുന്നത്. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലോറാൽക്കലി മെത്തേഡ് എന്ന് വിളിക്കും. ക്ലോറിനും ആൽക്കലി അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അവിടെ ആ റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലീച്ചിങ് പൗഡർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. CaCO2 COOH2 ക്ലോറിനുമായിട്ട് ചേരുമ്പോഴാണ് CaOCl2+H2 ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലോറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, നമ്മൾ നേരത്തെ NaCl-ഉം H2 കൂടെ റിയാക്ട് ചെയ്തപ്പോൾ ക്ലോറിൻ ഉണ്ടായിരുന്നു. ആ ക്ലോറിൻ ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാകുന്നതിനെ ബ്ലീച്ചിങ് പൗഡർ, ദിസ് ക്ലോറിൻ ഗ്യാസ് ഇസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. അത് ബ്ലീച്ചിങ് പൗഡർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ബൈ ഡ്രൈ സ്ലേക്കഡ്. സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ എന്ന് പറയും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലേക്കഡ് ലൈം എന്ന് പറയും.
അതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ. റിയാക്ഷൻ പഠിച്ചോണം ആൻഡ് ഓൾസോ സ്റ്റഡി ദ യൂസ്. ബ്ലീച്ചിങ് പൗഡർ യൂസസ് എന്ന് എപ്പോഴും ഒരു ചോദ്യം എപ്പോഴും കാണും. യൂസസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദെൻ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് NaCl + H2O + CO2 + NH3 അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ NH4Cl + NaHCl. ബേക്കിംഗ് സോഡ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ദാറ്റ് ഈസ് NaHCO3. അങ്ങനെ അതിൻ്റെ ബേക്കിംഗ് സോഡ ഉണ്ടാക്കും. ബേസിക് സോൾട്ട്, നോൺ കൊറോസീവ് ബേസിക് സോൾട്ട് എന്നാണ് ഇവർ പറയുന്നത് അല്ലേ. അവരുടെ ബേക്കിംഗ് സോഡയുടെ യൂസ് ഇവിടെ പറയുന്നുണ്ട്. മൈൽഡ് എഡിബിൾ ആയിട്ടാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു അല്ലേ. ഒരു ആൻറ്റാസിഡായിട്ട് ഉപയോഗിക്കുന്നു. ബീങ് ആൽക്കലൈൻ, ഇറ്റ് ന്യൂട്രലൈസസ് എക്സസ് ആസിഡ് ഇൻ ദി സ്റ്റോക്ക്. എക്സസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവർ സഹായിക്കും. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനകത്തൊക്കെ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് വാഷിംഗ് സോഡ. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചപ്പോൾ വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ പലരും സോഡിയം കാർബണേറ്റ് എന്നാണ് പറയുന്നത്. സോഡിയം കാർബണേറ്റിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ തന്നെയാണ് വാഷിംഗ് സോഡ, കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് വരുന്നുണ്ട്. ഒരു 10 വാട്ടർ മോളിക്യൂളുകൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതാണ് വാഷിംഗ് സോഡ സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യാസമാകും കേട്ടോ, സോഡിയം കാർബണേറ്റിൽ നിന്ന്. അപ്പോൾ എഴുതുമ്പോൾ Na2CO3 10H2 എന്ന് എഴുതണം. ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതിനുശേഷം റീക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ഗീവ്സ് വാഷിംഗ് സോഡ. റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അത് വാഷിംഗ് സോഡ ലഭിക്കും. അതിൻ്റെ യൂസസും അവിടെ പറയുന്നുണ്ട്, യൂസസും പഠിക്കണം. നെക്സ്റ്റ് ക്രിസ്റ്റൽസ്. പിന്നെ പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. Na2CO3 കെമിക്കൽ ഇവിടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് എ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ് ഓഫ് സൊല്യൂഷൻ. എന്താണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണം. വാട്ടർ മോളിക്യൂൾസ്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അതിനകത്ത് കാണും. ഇപ്പം നമ്മൾ പറഞ്ഞ വാഷിംഗ് സോഡയിനകത്ത് 10H2O വന്നു. 5 വാട്ടർ മോളിക്യൂൾസ് ആണ് പ്രസന്റ് എങ്കിൽ ഫോർമുല യൂണിറ്റ് ഓഫ് കോപ്പർ സൾഫേറ്റ്, അതിനെ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്ന് വിളിക്കും. 5H2O വരുമ്പോൾ. പിന്നെ അതല്ലാതെ 10H2O വരുന്നത് നമ്മുടെ ഇത് പറയുന്നത് പോലെ അല്ലേ. On other salt which processes water of crystallization is gypsum. Gypsum പറയുന്നുണ്ട് water molecules as water of crystallization എന്ന് പറയും. It has a chemical formula CaSO4 2H2O. Gypsum CaSO4 2H2O ആണ്. ഈ ജിപ്സത്തിനെ 373 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് വാട്ടർ മോളിക്യൂൾസ് ഇല്ലാതാവും ആൻഡ് ബിക്കംസ് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും. അതിനെ വീണ്ടും 1.5 H2O ആഡ് ചെയ്യുമ്പം CaSO4 2H2O. ഈ CaSO4 ½ H2O പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയാം. അതിലേക്ക് 1.5 H2O ആഡ് ചെയ്യും, CaSO4 2H2O ഉണ്ടാവും, ദാറ്റ് ഇസ് ജിപ്സം. അപ്പോൾ ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ മേക്കിംഗ് ടോയ്സിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പറയുന്ന പ്രിപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പറയാനായിട്ട്. ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ്, പല ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്, അവർ ഏതൊക്കെയാണ്. പിന്നെ പറയുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൻഡ് ആസിഡ്സ്, മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് വിത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. പിന്നെ മെറ്റാലിക് ഓക്സൈഡ്സ് ആൻഡ് ആസിഡ്സ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആൻഡ് ബേസസ്. ഇത്ര റിയാക്ഷൻ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് പിന്നെ വാട്ട് ഈസ് കോമൺ ഇൻ both acids and bases, H+ and OH- ions. അതിനുശേഷം പറയുന്നത് pH. എന്താണ് pH? ഓരോ സബ്സ്റ്റൻസിൽ ഏത് കളർ കാണിക്കുന്നു, ആ കളർ കാണിച്ചാൽ അതിൻ്റെ pH അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. പിന്നെ pH ഇൻ എവറിഡേ ലൈഫിൽ pH എങ്ങനെയാണ് വരുന്നത്, അത് ഓരോ കാര്യങ്ങളും പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ when we move to the next session, preparation of washing soda, bleaching powder, sodium chloride, ബേക്കിംഗ് സോഡ, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. ലാസ്റ്റ് വൺ ജിപ്സം ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇവരുടെയൊക്കെ റിയാക്ഷൻ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി ലെസൺ, വളരെ സിമ്പിളാണ്. യു ക്യാൻ സ്റ്റഡി ഇറ്റ് വെരി വെൽ. ഓക്കെ, താങ്ക് യു ആൻഡ് go with the chapters very എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ച് വേണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഓരോ ചാപ്റ്ററിലൂടെയും കടന്നു പോകാനായിട്ട്. ഓക്കെ, അതിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൻ്റെ കേസിൽ നിന്ന് കുറച്ചേ പോർഷനൊക്കെ തോന്നുന്നു.
കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് നിന്ന് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി ലൈൻ ഓഫ് ദ ഗീവൺ പോർഷൻ. ഈ വർഷത്തെ പോർഷൻസിൽ പലതും ഡിലീറ്റഡ് ആണ്. ഡിലീറ്റഡ് അല്ലാത്ത പോർഷൻസിൽ ഓരോന്നിലും കൂടെ നിങ്ങൾ കടന്നു പോകണം, എന്നെങ്കിൽ മാത്രമേ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. ഓക്കെ, thank you children, God bless you all, and study well, keep on doing study at every time in your day time. Otherwise only 2 മാസം കൂടെ ഒന്ന് കഷ്ടപ്പെട്ടാൽ പോരെ, അതിൽ കൂടുതലൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. Okay, so be in your studies every time. Thank you very much.